സാറേ നമസ്കാരം. നമസ്കാരം സാർ. ഈ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ CPM-ൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയായി. ഇന്നലെയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം പൂർത്തിയായത്. ഈ സമ്മേളനങ്ങൾ കണ്ടുവരുന്ന ഒരു കാര്യം വിഭാഗീയത ഇല്ലാതാക്കി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാർട്ടി പ്രതിനിധികൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന പോലെയാണ് തോന്നുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മുഴുവൻ സ്വയവും പങ്കെടുത്തു. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രിയാണ്. ചർച്ചകൾ മുഴുവൻ കേട്ടു അദ്ദേഹം. ചർച്ചകൾക്ക് മറുപടി പറഞ്ഞതും അദ്ദേഹമാണ്. പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രസംഗകനും അദ്ദേഹമായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പ്രതിഷേധ സൂചകം എന്നോണം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. അത് നിഷേധിക്കപ്പെടും. പക്ഷേ ഞാൻ പറഞ്ഞത് അദ്ദേഹം അവസാനം പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാതെ അങ്ങ് മടങ്ങുകയും ചെയ്തു. ഇതാണ് ഇന്നലെ ആലപ്പുഴ ജില്ലയിൽ സംഭവിച്ചത്. പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. മുഖ്യമന്ത്രി സജീവമായി പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഭയന്ന് പലരും അഭിപ്രായം പറയാതിരിക്കുന്നുവെന്നും വാർത്തകളുണ്ട്. എന്താണ് സാറിന് ഇതിനെപ്പറ്റി തോന്നുന്നത്? അല്ല, CPM-ൻ്റെ ഒരു സംഘടനാ സംവിധാനം വലിയ തോതിൽ തകരാറിലായ കാഴ്ചയാണ് ഈ സമ്മേളന കാലഘട്ടത്തിൽ മുഴുവൻ നമ്മൾ കാണുന്നത്. കാരണം നേരത്തെ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അതിപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും, എന്നും ഉണ്ടാവും. കാരണം അതിന് പലതരം കാരണങ്ങളുണ്ടാവും. ആ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് വിഭാഗീയതയായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കാറുള്ളത്. ഒരിടക്ക് വലിയ തോതിൽ വിഭാഗീയത രൂപപ്പെട്ടത് CITU പക്ഷവും അതേപോലെ തന്നെ പാർട്ടിയും അങ്ങനെയായിരുന്നു. ആദ്യത്തെ തുടക്കം അതാണ്. ശരി, VS അച്യുതാനന്ദൻ എതിരെ ഉള്ള നീക്കമാണ് CITU പക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ അതിന് കാരണം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു. പാർലമെൻ്ററി രംഗത്ത് പ്രവർത്തിക്കുന്നവർ സംഘടനയിലേക്കും സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പാർട്ടിയിലേക്കും വരിക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ VS അച്യുതാനന്ദൻ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറേണ്ടതാണ്. അങ്ങനെ മാറാമെന്ന് പറയുന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് സമ്മേളനം നടന്നത്. പക്ഷേ VS മാറിയില്ല. VS മത്സരിച്ചു. പക്ഷേ VS-നെതിരെ നായനാരിനെ കൊണ്ടുവന്ന് VS തോറ്റു. 2 വോട്ടിനാണ് എന്നെനിക്ക് തോന്നുന്നു. അതാണ് ഒരു കാലഘട്ടത്തിലെ വലിയ വിഭാഗീയതയായിട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത്. അങ്ങനെ CITU പക്ഷവും അതേപോലെ തന്നെ VS-ഉം തമ്മിലുള്ള യുദ്ധം ആരംഭിക്കുകയും അത് മാറി അവസാനം പാലക്കാട് സമ്മേളനത്തിൽ CITU നേതൃത്വത്തിൽ മുഴുവൻ വെട്ടി വീഴ്ത്തി. പാലക്കാടൻ തീക്കാറ്റെന്നാണ് VS അന്നേന് വിശേഷിപ്പിച്ചത്. അങ്ങനെ CITU പക്ഷം ഇല്ലാതായി. CITU-ൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ KN രവീന്ദ്രനാഥ് അടക്കമുള്ള ആളുകൾക്ക് പാർട്ടിയിൽ ഘടകം പോലും ഇല്ലാത്ത അവസ്ഥയെ. ഏത് ഘടകത്തിലാണ്, ബ്രാഞ്ചിലാണോ അറിയില്ല, ഏരിയ കമ്മിറ്റിയിലാണോ അറിയില്ല, ജില്ലാ കമ്മിറ്റിയിലാണോ, കേന്ദ്ര കമ്മിറ്റി മെമ്പറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഘടകമില്ലാത്തൊരവസ്ഥയിൽ തുടർന്നു അവസാനം വരെ അല്ലേ? അവസാനം അത് തുടരുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആണ് ആ ഒരു ഘട്ടം കഴിഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പിണറായിയും VS-ഉം തമ്മിലുള്ള യുദ്ധം ആരംഭിക്കും. അങ്ങനെ പിണറായിയും VS-ഉം തമ്മിൽ യുദ്ധം അവസാനിക്കുന്നത് മലപ്പുറം സമ്മേളനത്തോടെ അല്ലേ? അന്നാണ് മലപ്പുറം സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് മലയാള മനോരമ മിന്നൽ പിണറായി എന്ന് പറഞ്ഞു. പിണറായി മിന്നലായി മാറിയെന്നും പറഞ്ഞിട്ടാണ് പിണറായി എന്ന തലക്കെട്ടോടുകൂടിയാണ്. അങ്ങനെയാണ് പിന്നെ പിണറായിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിട്ട് അത് മാറിത്തീരുന്നത്. അതിന് മുമ്പ് അച്യുതാനന്ദൻ്റെ ഒരു കാലമായിരുന്നു. അത് കഴിഞ്ഞ് വിഭാഗീയത അവസാനിച്ചു എന്ന് പറയാൻ കാരണം നേതാക്കളില്ലാതെ ഈ യുദ്ധം തുടരാനായിട്ട് പിന്നെ കഴിയാതെ VS-നോടൊപ്പം നിന്ന ആളുകൾ പതുക്കെ VS ഗ്രൂപ്പിൽ നിന്ന് മാറി പിണറായി ഗ്രൂപ്പിലേക്ക് മാറി. ഇല്ലാത്ത ആളുകൾ പതുക്കെ നിശബ്ദമാക്കപ്പെട്ടു. പിണറായി സെക്രട്ടറി ആയതോടുകൂടി അദ്ദേഹം നടപ്പാക്കി വിജയകരമായി. പിന്നെ വിജയകരമായി പിണറായിയുടെ പാർട്ടിയായി ഈ പാർട്ടി മാറി. അപ്പോൾ എല്ലാ കാര്യങ്ങളും പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാനുള്ള കഴിവ് പിണറായി വിജയനുണ്ടായിരുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. പിണറായിയെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന സമയത്ത് പോലും പിണറായിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരുന്നത് കൊണ്ടാണ് പിണറായി പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുകയും പിന്നീട് ഈ സംഘടനാ സംവിധാനം, ലെനിനിസ്റ്റ് സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ദുരന്തമാണ് പിന്നീട് പാർട്ടിക്ക് സംഭവിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പകരപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഇതിൻ്റെ. അതായത് ആദ്യം ജനങ്ങൾക്ക് പകരമായിട്ട് കമ്മിറ്റികൾ വരും. കമ്മിറ്റികൾക്ക് പകരം പിന്നീട് സെക്രട്ടേറിയറ്റ് വരും. സെക്രട്ടേറിയറ്റിന് പകരം അവസാനം സെക്രട്ടറി വരും.
ഇപ്പോൾ പാർട്ടിയിൽ സംഭവിച്ചിരിക്കുന്ന സ്ഥിതി അതാണ്. സെക്രട്ടറി എന്ന് പറയുന്ന ഒരു സംവിധാനം. പക്ഷേ അത് പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണല്ലോ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിലെ രൂപപ്പെട്ടത്. പിണറായി വിജയൻ സെക്രട്ടറി ആയപ്പോഴാണ് ആ സെക്രട്ടറി പക്ഷേ ഇപ്പോഴും തുടരുകയാണ്. ആ സെക്രട്ടറി പകരം ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സെക്രട്ടറിയെ കൊണ്ടുവന്നു എന്നല്ലാണ്ട് ഗോവിന്ദന് ഇതിൽ യാതൊരുതായിട്ടുള്ള പങ്കുമില്ല. അല്ല, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷവും പാർട്ടി പൂർണ്ണമായും പിണറായി വിജയൻ, അതല്ലെങ്കിൽ ഈ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ സംഘടനാ സംവിധാനം മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടാണ് അദ്ദേഹം അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി പോലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അത് അങ്ങനെയായിരുന്നു. അതായത് പാർട്ടി സെക്രട്ടറിക്കുള്ള ഒരു പാർട്ടി സംവിധാനത്തിനകത്ത് പാർട്ടി സെക്രട്ടറിക്കുള്ള ഒരു കനത്ത സ്വാധീനം അത് ശരിയായ രീതിയിൽ പിണറായി വിജയൻ യൂട്ടിലൈസ് ചെയ്യുകയും വി.എസ്. അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ട് പോലും അതിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയനായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് വി.എസ്. അങ്ങനെ തന്നെയാണ്. വി.എസ്. സെക്രട്ടറി ആയിരുന്ന സമയത്ത് നായനാരെ കൊണ്ട് മര്യാദക്ക് ഭരിപ്പിച്ചിരുന്നില്ല. കാരണം അത് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു കേന്ദ്രമായിട്ട് വി.എസ്. അച്യുതാനന്ദന്റെ പിന്തുണയോടെയാണ് പിണറായി വിജയൻ ആദ്യം സെക്രട്ടറി ആകുന്നത്. അതെ, അത് ശരിയാണ്. അല്ല, ശരിക്കും പറഞ്ഞാൽ വി.എസിന്റെ ആളായിട്ടാണ് പിണറായി വരുന്നത്. വി.എസ്. ആണ് കൊണ്ടുവരുന്നത്. പിന്നീടാണ് ആ ശത്രുത വർദ്ധിക്കുകയും അവർ തമ്മിൽ അകലുകയും അവസാനം പിണറായി എല്ലാത്തിനും ഒതുക്കി പിണറായിയുടേതായി പാർട്ടി മാറി. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം സെക്രട്ടറി സ്ഥാനത്ത് മാറി സർക്കാരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായതിനു ശേഷം പാർട്ടിയുടെ പിടി അദ്ദേഹം വിട്ടിട്ടില്ല. അതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ആലപ്പുഴ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. കാരണം ഇതുവരെയുള്ള പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഒരു ജില്ലാ സമ്മേളനം നടക്കുന്ന സമയത്ത് ജില്ലാ സമ്മേളനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പാർട്ടി സെക്രട്ടറി ആയിരിക്കണം. അതിന് പകരം മുഖ്യമന്ത്രിയാകുന്ന പതിവെന്ന് പറയുന്നത് ഇതിക്കുമ്പോൾ CPM ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത് ഉണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് ആലപ്പുഴയിൽ അതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇപ്പോഴും സമ്പൂർണ്ണമായിട്ട് CPM-നകത്ത് ആധിപത്യം പുലർത്തുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി ചർച്ച നടക്കുമ്പോൾ അദ്ദേഹം വന്ന് മുൻപിലിരിക്കുകയാണ്. ഒരു കസേരയൊക്കെ ഇട്ട് ചൂരയൊക്കെ ആയിട്ടിരിക്കുന്ന ഹെഡ്മാസ്റ്റർമാരുടെ ഒരു രീതിയിലാണ് കുട്ടികളെ പോലെ അനുസരണയോടെ വിധേയരായിരിക്കുന്ന കുട്ടികളെ പോലെയുള്ള പ്രതിനിധികൾ. പ്രതിനിധികളെല്ലാം വിധേയരാണ്, വിനയാനെതിരാണ്. അവർ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒരിക്കലും പിണറായി വിജയനെതിരായിട്ട് സംസാരിക്കുന്നില്ല. പറ്റുമെങ്കിൽ പിണറായി വിജയനെ 2 വാചകത്തിലൂടെ പുകഴ്ത്താനും കൂടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ചർച്ചകൾക്ക് മറുപടി പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. എല്ലാം വിഭാഗീയത കംപ്ലീറ്റ് ഇല്ലാതായതിൽ സന്തോഷമുണ്ട്. എല്ലാവരും ഈ ഒരുമിച്ച് സഹകരിക്കുന്നതിലും നമ്മുടെ ഭരണ പ്രവർത്തനങ്ങളെ നന്നായി വിലയിരുത്തുന്നതിലും സന്തോഷം പ്രകടിപ്പിച്ചിട്ടാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ആലപ്പുഴയിൽ വിഭാഗീയത ഉണ്ടെന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. ഈ നാസറിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റും, സലാമിൻ്റെ സംഘങ്ങളൊക്കെ ശക്തമായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്ന വാർത്ത പല സമയത്തും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രതിഭ എന്ന് പറയുന്ന MLA അവരുമായിട്ട് ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോവും പുറത്തേക്ക് എന്നൊക്കെ പറയുന്ന വാർത്തകൾ, അവർ BJP-യിൽ ചേരുമെന്നുള്ള ഫലത്തിൽ നാസർ തുടരുന്നതേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബാക്കി മുഴുവൻ ആളുകളും മറ്റ് ഈ പ്രധാനമായും സജി ചെറിയാൻ്റെ ഒക്കെ നിയന്ത്രണത്തിലുള്ള ആൾക്കാരാണ്. നാസറിനെ തുടരാൻ അനുവദിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതായത് സജി ചെറിയാനാണ് അവിടുത്തെ പിണറായിയുടെ വിശ്വസ്തൻ, അല്ല അവിടുത്തെ പിണറായി ആണ്. അപ്പോൾ സജി ചെറിയാൻ പറയുന്നതനുസരിച്ചിട്ട് ആലപ്പുഴ ജില്ലയിലെ പ്രവർത്തനങ്ങൾ നടക്കണം. നാസർ നീ ഇരുന്നോ എന്ന് മാത്രം നാസറിന് മാത്രമേ. അപ്പോൾ ആലപ്പുഴയിൽ പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ തുടരും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അത് പരിഹരിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അല്ലേ? അല്ല, നമ്മൾ ഈ മൊത്തത്തിൽ സാറേ ഈ പാർട്ടിയുടെ ഈ ഇത്തരത്തിൽപ്പെട്ട പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ടുള്ള ഭരണത്തിൻ്റെ അല്ലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പാർലമെന്ററി നേതൃത്വം എന്ന് പറയുന്നത് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കണ്ടുവന്നിരുന്ന രീതിയല്ല. അല്ല, ഞാൻ പറയുകയായിരുന്നു. അപ്പം അത് എത്രത്തോളം എങ്ങനെ ആയിരിക്കും സാറേ ഇത് ഭവിക്കുക? പാർട്ടിയുടെ തകർച്ചയിലാണോ? സീനിയർ നേതാക്കന്മാരെന്ന് കരുതപ്പെടുന്ന പലരെയും ഒഴിവാക്കി താരതമ്യേന ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത് അതൊക്കെ നല്ല കാര്യമാണ്, ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നത്. പക്ഷേ പലപ്പോഴും ഈ ഒരു രീതി പാർട്ടിയുടെ തകർച്ചയിലേക്ക് എത്തിക്കുമോ? എന്താ സാറിൻ്റെ ഒരു പുതിയ ആളുകൾ വരുന്നത് നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം വെച്ചാൽ പാർട്ടി പുതുക്കപ്പെടണമല്ലോ. പാർട്ടി ഏത് പാർട്ടിയും, ഈ പാർട്ടി മാത്രമല്ല ഏത് പാർട്ടിയായാലും അത് പുതുക്കപ്പെടണമെങ്കിൽ യുവാക്കളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമേ സാധ്യമായി തീരൂ. അത്രേ ഉള്ളൂ. ആ പാർട്ടി അങ്ങനെ പുതുക്കപ്പെടുന്ന രീതിയിലേക്ക് ഒരു ഹർട്ട് ചെയ്ത് സീനിയർ മാറ്റുന്ന ഒരു രീതി. അതെ, അത് ആ പാർട്ടി പുതുക്കപ്പെടുന്നതിന് വേണ്ടി യുവാക്കൾ വരുന്നത് നല്ലതാണ്. പക്ഷേ പാർട്ടിയിൽ നിൽക്കുന്ന സീനിയേഴ്സിനെ വെട്ടി മാറ്റാൻ വേണ്ടി പുതുക്കക്കാർക്ക് അവസരം കൊടുക്കുന്നതിൽ അർത്ഥമില്ല.
ഒന്ന്. രണ്ടാമത്തെ കാര്യം, പുതുതായിട്ട് വരുന്ന ഈ പാർട്ടി കേഡേഴ്സ് അവർക്ക് കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള കെൽപ്പുണ്ടാകുകയുള്ളൂ. ആ കെൽപ്പ് അവർക്ക് നഷ്ടപ്പെട്ടാൽ ഈ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം തന്നെ തകരാറിലാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാർട്ടിയുടെ തകർച്ചയിലേക്ക് പാർട്ടി പോകും. തകർച്ചയിലേക്കാണോ ഈ സമ്മേളനത്ത് അല്ല, വസന്ത് സാറിന്റെ ഒരു അല്ല, വിലയിരുത്തൽ ഈ അങ്ങനെ തകർച്ചയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുന്നത് ഇതുകൊണ്ടാണ്. സമ്മേളനത്തിന്റെ പ്രശ്നമല്ല. ഇവിടെ നമ്മൾ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയെ നോക്കുകുത്തിയായിട്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ തലവെട്ടുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പ്രധാനപ്പെട്ടത്. അത് പിണറായി വിജയൻ ഇരുന്ന് ആരും ശബ്ദിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പാർട്ടി സംവിധാനം നിലവിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? പാർട്ടിയുടെ ഇതുവരെയുള്ള രീതികൾക്കനുസരിച്ച് ഈ സമ്മേളനം നടക്കുകയും പാർട്ടി സെക്രട്ടറിക്ക് അതിനകത്ത് പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്യേണ്ടതായിരുന്നു. ഇവിടെ പാർട്ടി സെക്രട്ടറി വേണ്ട, പിണറായി മതിയെന്ന് പിണറായി തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നാസർ വേണ്ട, സജി ചെറിയാനിലും ചെയ്തോളും. സജി ചെറിയാനും അദ്ദേഹത്തിൻ്റെ ഉപജാപക സംഘങ്ങൾ അവർ പാർട്ടി ഭരിച്ചാൽ മതി തീരുമാനിക്കപ്പെട്ട പാർട്ടി ഗുണം പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ വിഭാഗ്യത എന്ന് പറയുന്നത് ഇഷ്ടക്കാരെ തിരികെ കയറ്റി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തലല്ല. പകരം പുതിയ ചെറുപ്പക്കാർ വരുന്ന സമയത്ത് ആ ചെറുപ്പക്കാർക്ക് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തി ജനാധിപത്യ പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ള കരുത്തുണ്ടാക്കി കൊടുക്കലാണ്. അതിൽ സംശയം ഉണ്ടാക്കുന്നതാണ് ഇപ്പം നടന്നിരിക്കുന്ന നമുക്ക് കാത്തിരുന്ന് കാണാമെന്നേ പറയാൻ പറ്റൂ. അതെ. തകർച്ചയിലേക്കാണോ അതോ നേട്ടത്തിലേക്കാണോ? അല്ല, കാത്തിരുന്നേ കാണാൻ പറ്റുള്ളൂ.